റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ചിക്കൻ റാറ. നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു ഡിഷാണ്. അപ്പൊ തന്നെ മനസ്സിലായി കാണുമല്ലോ നല്ല വെറൈറ്റി ഡിഷാണെന്ന്. അപ്പൊ നമ്മൾ ഈ ഡിഷ് പരിചയപ്പെടുത്തുന്നത് പങ്കജ് ആണ്. ഹലോ പങ്കജ്, യു ഫ്രം ഡൽഹി. ഓക്കെ, നമ്മുടെ നോർത്ത് ഇന്ത്യൻ ആണ് പങ്കജ്. പിന്നെ ഇത് നമ്മുടെ ചേച്ചി പ്രിട്ടി ചേച്ചിയാണ് നമ്മളെ ഇന്ന് നമ്മുടെ ഡിഷൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഒരു ഡൽഹി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഒരു ഡൽഹി ഡിഷാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ റാറ. ജിഞ്ചർ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇത് വരുന്നത് ജിഞ്ചർ നമ്മുടെ വയറിനും ചിക്കൻ തന്നെയല്ലേ, അപ്പം കുറച്ച് ദഹനത്തിനും ഒക്കെ നല്ലതാണ്. ചിക്കൻ കീമയാണ്. ചിക്കൻ കീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റോ ചിക്കനെ നമ്മൾ പേസ്റ്റ് ആക്കി അരച്ചിട്ടുള്ള മിക്സിയിലിട്ട് അടിച്ച് പിന്നെ ഇതിനകത്ത് എന്തോ പേസ്റ്റ് ആയിട്ട് ആണ് ഇത്. ഇതിനകത്ത് പച്ചമുളക് ഉണ്ടല്ലേ, ചില്ലി ഉണ്ട്, ചില്ലി സോൾട്ട്. അതായത് ചിക്കൻ മിക്സിയിലിട്ട് അടിച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് ആക്കിയിരിക്കുന്ന പേസ്റ്റ് ആക്കി അതിനകത്ത് ചില്ലി ഇട്ടിട്ടുണ്ട്. നമുക്ക് കാണാം ചില്ലി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പല്ലേ, സോൾട്ടും മിക്സ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. കൊറിയൻഡർ ലീവ്സ് കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗാർലിക് അതുപോലെ തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ദഹനത്തിന് നല്ല സാധനം കേട്ടോ. പച്ചമുളകാണ് റൗണ്ട് ആയിട്ട് നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകാണ്. ജൂലിയൻ ജിഞ്ചർ മെയിൻ പ്രോഡക്റ്റ് ഇതാണ് നമ്മുടെ ചിക്കനകത്ത് എന്തൊക്കെയോ ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇത് എന്തൊക്കെയാ? ഗരം മസാലയും ടർമറിക് പൗഡർ, നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുത്ത് വെച്ചേക്കാണ് നമ്മുടെ ചിക്കൻ. നമ്മുടെ മെയിൻ സാധനം ഓണിയൻ ഗ്രേവിയാണ്. ഇത് എന്തൊക്കെ മസാല എന്തൊക്കെയോ? ഇത് വരുന്നത് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കാശ്മീരി ചില്ലി അത് രണ്ടും കൂടെ നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്ത് ഓയിലിൽ സോട്ട് ചെയ്തതിന് ശേഷം വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ടൊമാറ്റോ ഗ്രേവിയാണ് കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെയാ മിക്സ്? എന്തൊക്കെയാ? ടൊമാറ്റോ മാത്രം, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, ഓണിയൻ മിക്സിയിലിട്ട് അടിച്ചാണോ? ഇത് ആദ്യം നമ്മൾ സോട്ട് ചെയ്ത് പിന്നെ കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമ്മള് മിക്സ് ചെയ്യും. ഓക്കെ, നല്ല ലൂസ് ആയിട്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ്. ഇനി അടുത്തൊരു കളർഫുൾ ഉണ്ടല്ലേ, പല കളറും. ഈ മഞ്ഞ ഇതെന്താ സാധനം? ഇതും അതുപോലെ തന്നെ യെല്ലോ ഗ്രേവി. ഇതിന് എന്തൊക്കെയാ ഇട്ട ഇൻഗ്രീഡിയൻസ്? ഓണിയനും കാഷ്യൂനട്ടും കൂടെ അതും അതുപോലെ തന്നെ സോട്ട് ചെയ്തതിനു ശേഷം ടർമറിക് പൗഡറും കൂടി ഇട്ട് സോട്ട് ചെയ്ത് ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിരിക്കും. ഓക്കെ, ഇത് കുക്ക് ചെയ്തിട്ടാണോ അടിക്കുന്നത്? നമ്മുടെ മസാലകൾ ഇരിപ്പുണ്ട്. എന്തൊക്കെ മസാലയാണെന്ന് നമുക്ക് നോക്കാം. ഉപ്പ്, മഞ്ഞള്, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഇത് കസ്തൂരി മേത്തി കേട്ടോ. ഈ സാധനം കസ്തൂരി മേത്തി. അതുപോലെ തന്നെ നമ്മുടെ കടുകുണ്ട്, വറ്റൽമുളക്, ജീരകം, ഗരം മസാല, റെഡ് ചില്ലി, കാശ്മീരി ചില്ലി. ഓക്കെ, ഇപ്പൊ 2 ചില്ലി ഉണ്ട് കേട്ടോ, 2 ടൈപ്പ് ചില്ലിയും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇത്രയും മതി. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇവിടെ ഇരിക്കുന്ന ഇത്രയും പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമ്മുടെ പങ്കജേട്ട കുക്കിംഗ് തുടങ്ങിയിരിക്കുകയാണ്. നമ്മളെ പാത്രം വെച്ചു, അതിനകത്ത് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാവണം. ഫസ്റ്റ് നമ്മൾ ഇടുന്നത് ഗാർലിക് ആണ് ഇടുന്നത്. ഗാർലിക് ഇട്ടു, നല്ല ചൂടായിട്ടിരിക്കണം. ജിഞ്ചർ, കുറച്ച് ചില്ലി ഇടുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പൊ നല്ല കളർഫുൾ ഡിഷ് ആയി കേട്ടോ. നമ്മൾ കീമ ഒഴിക്കുകയാണ്. അപ്പോഴേ കീമ ഒഴിച്ചു. അത് ചിക്കൻ ആണ് കേട്ടോ, ചിക്കനാണ്. ഇതൊന്ന് കരിയരുത്. കരിയുന്നതിന് മുമ്പ് വേണം, ഒന്ന് വഴണ്ട് വരുമ്പോ വേണം ഇതിടാൻ. ഒരു ഗ്രേവിയൊക്കെ അങ്ങ് പിടിച്ച് ഒരു കളറും ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മള് കുറച്ച് മഞ്ഞൾ ഇടുന്നുണ്ട്. മഞ്ഞളിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്, കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. പെട്ടെന്ന് കണ്ടോ നമ്മുടെ മുട്ടത്തോരനാന്നേ പറയത്തുള്ളൂ കേട്ടോ. ഇതിനകത്തോട്ട് നമ്മുടെ ഓണിയൻ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഓണിയൻ ആഡ് ചെയ്തു. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നല്ലതായിട്ട്, അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത്
ടൊമാറ്റോ ഗ്രേവിയാണ്. അപ്പൊ വീണ്ടും അതൊന്ന് ലൂസ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ടൊമാറ്റോ ഗ്രേവി. യെല്ലോ ഗ്രേവി. അടുത്ത യെല്ലോ ഗ്രേവി. ഇപ്പൊ ഡ്രൈ ആയിരുന്ന ആ ഒരു സാധനം ഇപ്പൊ കുറച്ച് ലൂസായി. ഇത് ഒരു ഗ്രേവി ആയിട്ടാണോ? ഗ്രേവി ആയിട്ടാണല്ലേ നമ്മുടെ മെയിൻ സാധനം ചിക്കൻ. നമ്മുടെ ചിക്കൻ ഇട്ടു. ഒരു നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. ഇത്രയും ചിക്കൻ ആണ് കേട്ടോ, ഇത്രയും ഗ്രേവി. ഇത് കുറച്ച് ടൈറ്റ് ആവും തോന്നുന്നല്ലേ? കുറച്ച് ടൈറ്റ് ആവും. അതുപോലെ സോൾട്ട് ഇട്ട് കൊടുത്തു. റെഡ് ചില്ലി നമ്മൾ ആദ്യമേ ചേർത്തത്. റെഡ് ചില്ലി, പിന്നെ കാശ്മീരി ചില്ലി, കൊറിയാണ്ടർ പൗഡർ ചേർത്തു. അപ്പൊ മസാല എല്ലാം ഇപ്പോഴാണ് കേട്ടോ ഇടുന്നത്, ഈ ഒരു സ്റ്റേജിലാ. ചിക്കൻ മസാല, കാശ്മീരി ചില്ലി, കസൂരി മേത്തി. ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ ഇട്ടെ കുറച്ച്. ഒരു കൊഴുപ്പിനാന്ന് തോന്നുന്നല്ലേ ബട്ടർ. നമ്മള് ബട്ടർ ഇട്ടു. ഇതാണ് നമ്മുടെ ചിക്കൻ റാറ. ചിക്കൻ റാറ ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ചിക്കൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മള് ഈ ഗ്രേവിയിൽ മിക്സ് ആക്കി എടുക്കുന്നതാണ്. ഓക്കെ, കുറച്ച് ലെമൺ അതിനകത്ത് ഒഴിച്ചു. ഒരു ചെറിയ പുളിക്കൊക്കെ കേട്ടോ. കുറച്ച് ലെമൺ, കുറച്ച് ജിഞ്ചർ ജൂലിയൻ. ഇതൊരു ഗാർണിഷിങ് ഇതിനാണ് ഇടുന്നത്, ജിഞ്ചർ ജൂലിയൻ. അപ്പൊ നമ്മുടെ ഒരു നല്ല മഞ്ഞ കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. മഞ്ഞയാണോ ഒരു റെഡ് ആണോ, നല്ല മിക്സിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അടുത്തത് കുറച്ച് ക്രീം, ഫ്രഷ് ക്രീം ഒഴിച്ചു. നമ്മുടെ ചിക്കൻ റാറ റെഡി ആയിട്ടുണ്ട്. നല്ല നോർത്ത് ഇന്ത്യൻ മണം കേട്ടോ, നല്ല നോർത്ത് ഇന്ത്യൻ മണം വരുന്നുണ്ട്. ഓൾറെഡി ഇതിനകത്ത് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചെറിയൊരു പുളിയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിച്ച് നോക്കിയിട്ട് റിവ്യൂ പറയാം. അപ്പൊ കഴിഞ്ഞോ? ഇത് നമ്മുടെ ഇത് മിന്റ് ലീഫ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ചിക്കൻ റാറ. ചിക്കൻ റാറ തയ്യാറായിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ചിക്കൻ. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. സോഫ്റ്റ് ചിക്കൻ കണ്ടിട്ട് കൊതി വരും. അപ്പൊ ഞാൻ കഴിക്കാൻ പോവാ. ചിക്കൻ നമ്മൾ ഓൾറെഡി അടിപൊളി കേട്ടോ. ചിക്കൻ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് സോഫ്റ്റ് ചിക്കൻ അലിഞ്ഞു പോണു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഇത് നിങ്ങൾ വൺസ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നല്ല കിഡില് നിങ്ങൾക്ക് 100% ഇഷ്ടപ്പെടും കേട്ടോ. കിഡില്